5 കൊല്ലം കൊണ്ട് നന്നായിട്ട് ഇവിടെ എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് കൗൺസിലർ. കഴിഞ്ഞ 5 വർഷം നല്ല പ്രവർത്തനം തന്നെ പുള്ളി കാഴ്ചവെച്ചു. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ റോഡിൻ്റെ നിർമ്മാണ കാര്യത്തിലാണെങ്കിലും വഴിവിളക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് പുള്ളി. ഇതേപോലത്തെ ചെറുപ്പക്കാരും നല്ല പ്രവർത്തകരുമാണ് നമുക്ക് ആവശ്യം. ഇനിയും അങ്ങോട്ട് തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമസ്കാരം, എൻ്റെ പേര് സ്മുദ്ദീൻ. ഞാൻ ഡിവിഷൻ 3 കൗൺസിലറാണ്. ഇത് നമ്മളെ ഹെൽത്ത് വെൽനസ് സെൻ്ററാണ്. നമുക്കറിയാം, ആരോഗ്യപരമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിന് സർക്കാർ എത്രത്തോളം ഇടപെടുന്നു എന്നതിനുള്ള തെളിവാണ് നമ്മളെ ഈ ഹെൽത്ത് വെൽനസ് സെൻ്ററുകൾ. അത് കൊച്ചിൻ കോർപ്പറേഷൻ വിവിധ ഡിവിഷനുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഡിവിഷനിൽ അത് വേണം, ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാണ്. ഏറെ ആളുകൾ തിങ്ങി താമസിക്കുന്നതും ഭൂരിഭാഗം പാവപ്പെട്ടവരും അധിവസിക്കുന്നതുമായ എൻ്റെ ഈ ഡിവിഷനിൽ ഒട്ടേറെ വയോജനങ്ങളും അതുമായി പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഹെൽത്ത് വെൽനസ് സെൻ്റർ നമ്മുടെ ഡിവിഷനിൽ വേണമെന്നുള്ള ഏറെ ആഗ്രഹത്തോടു കൂടി നാം ഇടപെടുമെങ്കിലും നമുക്ക് സ്വന്തമായുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനനുസരിച്ചുള്ള വാടക കെട്ടിടങ്ങൾ ഇവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ MSS സ്കൂളിൻ്റെ അധികൃതരുമായി ബന്ധപ്പെടുകയും അവർ ഈ വിഷയത്തിൽ അവർക്കൊരു താല്പര്യം തോന്നുകയും അതിൻ്റെ ഭാഗമായി നമുക്ക് ഇത്രത്തോളം സൗകര്യപ്രദമായ ഉപയോഗശൂന്യമായി കിടന്ന, അതായത് വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാത്ത ഈ ഒരു കെട്ടിടം നമുക്ക് അനുവദിച്ചു തരികയും അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. അപ്പോൾ നമുക്കത് ഈ പ്രദേശത്തെ ഒട്ടേറെ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് തുടക്കത്തിൽ അനുവദിക്കപ്പെട്ട ഡിവിഷനുകളിൽ എൻ്റെ ഡിവിഷനും കൂടി പെട്ടു എന്നുള്ളത് ഏറെ അഭിമാനകരമായി കരുതുന്നു. അതിവിടെ ഈ പ്രദേശത്ത് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് തിങ്ങി താമസിക്കുന്ന ഒട്ടേറെ പാവപ്പെട്ടവരാണ് ഏറെ നമ്മുടെ ഈ ഡിവിഷനിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്ന ഏറെ സന്തോഷകരമായ കാര്യമാണ്. ആരോഗ്യരംഗത്ത് ആ രീതിയിൽ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു വനിതകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊരു ഫിറ്റ്നസ് സെൻറ്റർ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി ഇതേമാതിരി തന്നെ ഒരു പൂർത്തീകരണ ഘട്ടത്തിൽ അതിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞു. കൊച്ചി മേയറിൻ്റെയൊക്കെ സമയത്തിനനുസരിച്ച് അത് ഏകദേശം ഉദ്ഘാടനത്തിന് അനുസൃതമായിട്ട് കഴിയുകയാണ്. അപ്പോൾ ആരോഗ്യരംഗത്തേക്ക് പറയുമ്പോൾ നമുക്കറിയാം, ഏറെ സ്ത്രീകളുടെ ഒരു ആവശ്യമായിരുന്നു. പുരുഷന്മാരൊക്കെ ആണെങ്കിൽ പുറത്ത് അവർക്ക് പോയിട്ട് ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിന്, ഹെൽത്ത് പരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒട്ടേറെ സൗകര്യങ്ങളുണ്ട്. നമ്മളെ സ്ത്രീകൾക്ക് അത്തരം സൗകര്യം ഇല്ലാത്തതിനാൽ നമ്മുടെ പ്രദേശത്ത് ഇതേമാതിരി അവർക്ക് സേഫ്റ്റിയായ ഒരു കേന്ദ്രം അത് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് അതിന് നടപടികളെല്ലാം പൂർത്തീകരിച്ചു. ഉദ്ഘാടനത്തിന് വേണ്ടി സജ്ജമായിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ കഴിയും. നമ്മൾ അംഗൻവാടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അംഗൻവാടികൾ കുറച്ചേ ഉള്ളൂ. ഭൂരിഭാഗം അംഗൻവാടികളും വാടക കെട്ടിടങ്ങളാണ്. സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തിടത്തോളം നമ്മളെ ഡിവിഷനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമാണ്. അംഗൻവാടി കെട്ടിടങ്ങൾക്ക് ആ രീതിയിലുള്ള സൗകര്യക്കുറവാണ്. ഉള്ള അംഗൻവാടികൾ പരിമിതികൾക്കുള്ളിൽ നിന്ന് നല്ലവണ്ണം ചെയ്ത് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തുടക്കത്തിൽ നമുക്ക് അംഗൻവാടികളെ പറ്റിയുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അംഗൻവാടികളെ ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചില പദ്ധതികൾ നടന്നു വരികയാണ്. അതാണിപ്പോൾ നമുക്ക് ഈ അംഗൻവാടിയുടെ നിർമ്മാണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇസ്മുദ്ദീനെ സംബന്ധിച്ച് ഇവിടെ കൗൺസിലറായതിനു ശേഷം ഞങ്ങൾക്ക് മോശമായ ഒരു അഭിപ്രായമില്ല. ഇവിടെ ഞങ്ങൾക്ക് വെള്ളം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വളരെ ചീഞ്ഞ വെള്ളമായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഇസ്മുദ്ദീൻ കൗൺസിലറായതിനു ശേഷം ഞങ്ങൾക്കൊരു പ്രോമിസ് തന്നിരുന്നു, 1 മാസത്തിനകം നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരും. അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുകയും വെള്ളം അന്ന് തുടങ്ങി ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം, സുലഭമായി വെള്ളവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല വെള്ളമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് നിർവഹിച്ചു തരുവാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഡിസബിലിറ്റി പെൻഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഡിസബിലിറ്റി പെൻഷൻ ഞാൻ അപേക്ഷ കൊടുത്ത് ഏതാണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും അത് അന്വേഷിച്ച് എനിക്കത് വളരെ പെട്ടെന്ന് ആ പെൻഷൻ പാസ്സാക്കി തരികയും ചെയ്യുന്നു. അതുപോലെ കാണകൾ ഈ മഴ പെയ്യുന്നതിന് മുൻപ്, മഴക്കാലം വന്നതിന് മുമ്പ് കാണകൾ ആദ്യം ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഇപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ മുതൽ അവിടത്തോളം ചെയ്തു.
ഇതൊക്കെയുള്ള ഒരു വീട്ടമ്മമാർക്ക് ആവശ്യം. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശം ഈരവേലി കോളനിൻ്റെ ഒരു ഭാഗവും നെല്ലികട പ്രദേശത്തിൻ്റെ ഒരു പുറകുവശവും. വർഷങ്ങളോളം ഇവിടുത്തെ ആളുകൾക്ക് ലഭിച്ചിരുന്നത് അഴുക്ക് കലർന്ന മാലിന്യം കലർന്ന വെള്ളമായിരുന്നു. അതെന്തുകൊണ്ടോ അത് പരിഹരിക്കപ്പെടാൻ ഇതിനു മുമ്പുണ്ടായിരുന്നവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ഞാൻ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ട ഒരു പ്രധാന പ്രശ്നം കുടിക്കാനുള്ള കുടിവെള്ളം എത്തിച്ചേരാമെന്നുള്ളതാണ്. ദിവസവും എനിക്ക് തോന്നുന്ന ഒരു കുപ്പിവെള്ളം വാങ്ങിച്ച് വീട്ടിൽ വെക്കുകയും അതിനനുസരിച്ച് കുളിക്കുകയും പാകം ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം അവർക്ക് കൊടുത്തൊരു വാഗ്ദാനം എങ്ങനെയെങ്കിലും പാലിക്കപ്പെടണം, പരിഹരിക്കപ്പെടണം എന്നുള്ള ചിന്തയുടെ ഫലമായി നമ്മൾ ജനകീയ MLA KJ മാക്സിയെ സമീപിക്കുകയും അദ്ദേഹം ആദ്യ 5 വർഷം കഴിയുന്ന ഘട്ടത്തിലാണ് ഞാനപ്പോൾ കയറിയ സമയം MLA ആയി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും. വെറുതെ പൈപ്പ് മാറ്റുകയല്ല, ആ വീടുകളിലേക്കുള്ള എല്ലാ നിലയിലുള്ള പഴയ കണക്ഷനും മാറ്റി പുതിയ കണക്ഷൻ ഇട്ട് കൊടുക്കുകയും 10-28 കുടുംബങ്ങൾക്ക് ഇന്നേ വരെ അതിന് ശേഷം നല്ല കുടിവെള്ളം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അത് നമുക്ക് ദൃശ്യമാണല്ലോ, ഇവിടുത്തെ ആളുകൾക്ക് അത് പരിഹരിക്കപ്പെടാം. അതായത് മാറ്റം എന്നുള്ളത് നേരത്തെ തിരഞ്ഞെടുപ്പിന് ഞാൻ നിന്നപ്പോൾ ഒരു ക്യാപ്ഷൻ ഇസ്മു വരും, മാറ്റം വരും എന്നുള്ളതായിരുന്നു. ആ മാറ്റം നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഡിവിഷനിൽ പ്രകടനമാണ്. നേരത്തെ സൂചിപ്പിച്ച ഹെൽത്ത് വെൽനെസ്സിൻ്റെ കാര്യങ്ങളും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും വഴികളുടെ കാര്യത്തിലാണെങ്കിലും ലൈറ്റിൻ്റെ കാര്യത്തിലായാലും അംഗൻവാടികളുടെ കാര്യത്തിലായാലും വയോജനങ്ങളുമായി ബന്ധപ്പെട്ട നമുക്കറിയാം നമ്മുടെ ഡിവിഷനിൽ 10-35ഓളം വരുന്ന അമ്മമാരെ, പ്രായമുള്ള ഉമ്മമാർ, ഇന്നുവരെ വിമാനത്തിൽ കയറാത്ത, ട്രെയിനിൽ കയറാത്ത ആ ഉമ്മമാരൊത്ത് ഒരു യാത്ര ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ആത്മവിശ്വാസമാണ് ആ ഉമ്മമാർക്ക് അന്ന് കിട്ടിയത്. ഇവിടെ നിന്ന് ട്രാവലിൽ യാത്ര ചെയ്ത് എറണാകുളത്തെത്തുകയും അവിടെ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരം സിറ്റി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ട്രെയിൻ മാർഗം അവർ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം ഇവിടെ മാത്രമല്ല, മാങ്ങാച്ചാപ്പറ എന്നൊരു പ്രദേശമുണ്ട്, അവിടെയും ഇതേമാതിരി തന്നെ കുടിവെള്ള പ്രശ്നം വലിയ പ്രശ്നമായിരുന്നു. ടാങ്കർ ആശ്രയിച്ചിരിക്കുന്ന ആളുകളായിരുന്നു അവിടെ. ചുങ്കപ്പാലത്തിൻ്റെ അവിടെ ആ ഭാഗത്ത് എല്ലാ ദിവസവും നമുക്ക് ടാങ്കർ ലോറി ആശ്രയിച്ചിരിക്കുന്ന ദിവസങ്ങളായിരുന്നു. ഇന്ന് നമുക്കവിടെ ടാങ്കർ ലോറി ഇല്ല. കാരണം അവിടുത്തെ കുടിവെള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം 5 വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ വലിയൊരു ചാരിതാർത്ഥ്യമാണ്. നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ 3 ഡിവിഷനിലെ ഇസ്മു വന്നതിന് ശേഷവും നമ്മുടെ ഇവിടെ ഒരു പുരോഗമനമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കുടിവെള്ളത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലത്ത് വെള്ളത്തിന് പോയിട്ടുണ്ട്. പക്ഷെ ഇസ്മു വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഓരോ വീടുകളിലും വെള്ളത്തിന്റെ കാര്യത്തിൽ ഹൗസ് ലൈൻ ആക്കി തന്നിട്ടുണ്ട് ഇസ്മു. എല്ലാം കൊണ്ടും സുഖമായിരിക്കണം. പെൻഷൻ കണ്ട നമ്മളെ വാതുക്കൽ ഇസ്മുവാണ് ഞമ്മക്ക് എത്തിച്ചു തന്നത്. നമുക്ക് നടക്കാൻ പാടില്ലാണ്ടിരിക്കണേ. അതുകൊണ്ടിട്ട് ഞമ്മക്ക് നമ്മളെ വാതുക്ക കൊണ്ടുവന്ന ഇസ്മുവാണ്. ഇനിയും ഇസ്മു തന്നെ ഇരിക്കണമെന്നാണ് ഞമ്മക്ക് ആഗ്രഹം. സഖാവ് TM മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് ഭവന പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ ഈരവേലി കോളനി, ഇപ്പോൾ കോളനി എന്ന് പറയാൻ പാടില്ല, നഗർ, അദ്ദേഹത്തിൻ്റെ നാമത്തിലാണ് ഈ പാർക്ക് ഇപ്പോൾ നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ പേര് അദ്ദേഹം ഇതൊക്കെ വിഭാവനം ചെയ്തെങ്കിലും അദ്ദേഹത്തിനെ സ്മരിക്കുന്ന രീതിയിലൊരു പേരുണ്ടായിരുന്നില്ല. നമ്മളുടെ ഈ 5 വർഷത്തെ കാലത്താണ് സഖാവ് TMൻ്റെ പേരിൽ പാർക്ക് അറിയപ്പെടുക. അതിൻ്റെ പേര് നാമകരണം ചെയ്യപ്പെടുന്ന ഒരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത് തന്നെ TMൻ്റെ പേരിൽ ഇത് അറിയപ്പെടും. ഏറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഏറെ ആളുകൾ ബഹുമാനിക്കുന്ന നേതാവ് TMൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതേമാതിരി നമ്മൾ ഈരവേലി റോഡിന് നമ്മൾ മുൻ കൗൺസിലർ CU അനസിൻ്റെ പേരിൽ ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ 2 പേരും നമ്മുടെ ഡിവിഷന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ്. സഖാവ് TM ഇവിടെ നിന്ന് ജയിച്ച് പിന്നെ കൊച്ചിയുടെ നഗരപിതാവൊക്കെ ആയി മാറുകയും ഏറെ അംഗീകാരം നേടുന്ന മേയറായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്.
ഈ പാർക്ക് ഇപ്പം നമ്മൾ നവീകരിച്ചു. CSML രീതിയിലുള്ള കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് പിന്നെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഭംഗിയായി പരിപാലിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ദിവസവും ഇവിടെ വന്ന് നീറ്റാക്കി ഷവറുകളില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾക്കും കുട്ടികൾക്കും കളിക്കുവാനുള്ള കളിയിടം ഇല്ലാത്തൊരു ഡിവിഷനാണ്. ചെറിയൊരു ഡിവിഷൻ, പൊതുയിടങ്ങളില്ല എന്നുള്ള പ്രത്യേകത ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുയിടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിവിഷൻ്റെ പുരോഗതിരമായ കുട്ടികളുടെ കളി, ചിരി, അവരെ കാര്യങ്ങളൊക്കെ നമുക്ക്, അതേപോലെ തന്നെ കുട്ടികൾ ഒഴിവ് വെക്കേഷൻ വേളയിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഡിവിഷനുമായി നമുക്ക് ഈ 5 വർഷക്കാലത്ത് ഈ ഡിവിഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊന്നാണ്. ഇതിനോടനുബന്ധിച്ചാണ് ഈരവേലി കോളനിയുമായി ബന്ധപ്പെട്ട് പറയണമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള റോഡുകൾ നമുക്കറിയാം വർഷങ്ങളോളമായി തകർന്ന് കിടക്കുന്ന റോഡുകളായിരുന്നു. ഈരവേലി കനാലിൻ്റെ കൈവരികൾ തകർന്ന് റോഡും തോടും ഒക്കെ ഒന്നായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മാറ്റം വരികയാണ്. അത് ഇപ്പോൾ അതിൻ്റെ റോഡ് നിർമ്മാണം, അതിൻ്റെ പണി ആരംഭിച്ചു. അതിൻ്റെ കല്ലുകളൊക്കെ പിന്നെ ടാർ ചെയ്താൽ മതി ആ അവസ്ഥയിലേക്കാണ്. ഫുട്പാത്ത് നിർമ്മാണം കഴിഞ്ഞു, ഭിത്തി നിർമ്മാണം കഴിഞ്ഞു. ഏറെ നമുക്ക് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഡിവിഷനിലെ ആളുകൾ ഏറെ ആഗ്രഹിച്ചായിരുന്നു ആ വഴി. നമ്മുടെ ഡിവിഷനിലെ വഴികളൊക്കെ സഞ്ചാരയോഗ്യമായി CSML പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഇതൊക്കെ നവീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനൊരു ഇടപെടലുകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം 5 വർഷക്കാലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം നമുക്കൊരു നേട്ടങ്ങളായി മാറുകയാണ്. മാറ്റം പ്രകടമാണ്. പറഞ്ഞല്ലോ നേരത്തെ, ബ്രഹ്മപുരം മാലിന്യ കൂനമലകൾ കത്തി പടർന്ന് ചാമ്പലായപ്പോൾ അതിൻ്റെ പുകപടലങ്ങൾ ശ്വസിക്കുന്ന ഇവിടുത്തെ ആളുകൾ അതിൻ്റെ പുകപടലങ്ങൾ ശ്വസിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ വലിയ മാറ്റം വന്നു. കൊച്ചിൻ കോർപ്പറേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാം പ്രകടമായി നമ്മൾ ജനങ്ങൾ അറിയുകയാണ്. തുരുത്തി ഫ്ലാറ്റ്, ഒരു 394 കുടുംബങ്ങൾ, അതിൽ അവർക്ക് വീടുകളുണ്ടാകുന്ന, സ്വന്തമായി ഭവനം ഉണ്ടാകുന്ന ആളുകളായി മാറുന്നു. അതും പ്രകടമാണ്. മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന പ്രകടമാണ്. വഴികൾ സഞ്ചാരയോഗ്യമാകുന്ന പ്രശ്നങ്ങൾ പ്രകടമാണ്. കൊച്ചിൻ ടൗൺ ഹാൾ പ്രകടമാണ്. അങ്ങനെ ആളുകൾക്ക് ദൃശ്യമാകുന്ന ഒരുപാട് കാര്യങ്ങൾ. പെൻഷൻ 500-ൽ പരം ആളുകൾക്ക് ഞാൻ വന്നതിന് ശേഷം നമ്മുടെ ഡിവിഷനിൽ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 500-ൽ പരം ആളുകളെ കുടുംബങ്ങൾ അത് എത്താമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളാണ്. മുടക്കം കൂടാതെ വീടുകളിലേക്ക് പെൻഷൻ എത്തിക്കാമെന്ന്. അത് ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത് വലിയൊരു ആശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള 5 വർഷക്കാലത്ത്, ഇപ്പോൾ 4 വർഷക്കാലം കഴിഞ്ഞു പിണറായി വിജയൻ ഗവൺമെൻറ് ഭരിക്കുന്ന ഈ ഭരണകാലയളവിൽ സഖാവ് അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ 5 വർഷക്കാലത്തെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണവും എല്ലാം ജനങ്ങളുടെ ഇടയിൽ വളരെ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതീക്ഷ നമുക്ക് നൽകുന്ന, ജനങ്ങൾക്ക് നൽകുന്ന വിശ്വാസം വളരെ വലുതാണ്. നമ്മുടെ കൗൺസിലർ സ്മൃതി 5 വർഷം കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത്, റോഡിൻ്റെ കാര്യം, പാർക്കിൻ്റെ കാര്യം, കാണുവരൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്ത് ക്ലിയറായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിലും റോഡിൻ്റെ പണിയായാലും മറ്റ് വർക്കുകളായാലും വേണ്ട പോലെ അത് നിർവഹിക്കുന്നുണ്ട്. മറ്റ് ആളുകളുടെ പ്രശ്നങ്ങളുടെ സജീവമായിട്ട് സഹകരിച്ച് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഞാൻ വരുമ്പോൾ ഈ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്താണ് ഇതിനൊരു 10 ലക്ഷം രൂപ അതിൻ്റെ ഫുട്പാത്ത് നിർമ്മാണവും 15 ലക്ഷം രൂപ ഇതിൻ്റെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു ഫയൽ കണ്ടു. ശരിക്കും എനിക്കൊരു സങ്കടം തോന്നി. കാരണം ഈ തകർന്നു കിടക്കുന്ന ഈ തോടിനെന്തിനാണ് ഒരു ഫുട്പാത്ത്? തകർന്നു കിടക്കുന്ന റോഡിൽ അതിന് ഭിത്തികൾ പണിയാതെ അതിന് നമുക്ക് റോഡ് ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രണ്ടും വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വന്ന ആദ്യം തന്നെ ആ 2 ഫയലുകളും റിമൂവ് ചെയ്ത് പുതിയ പദ്ധതി, ജനങ്ങൾക്ക് ഉപകാരമാകുന്ന ഇതേ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് സഫലീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭിത്തികൾ അതിമനോഹരമായി പുനർനിർമ്മിക്കപ്പെട്ടു. റോഡുകൾ നമുക്കറിയാം, അത് ഒരു വളരെ നല്ല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ അല്ല. അപ്പോൾ ഈ കൊച്ചിൻ കോർപ്പറേഷൻ നമ്മളെ എല്ലാ ഡിവിഷനുകളും ഇതേ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ഡിവിഷനും ഈ ML കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ വികസന കുതിപ്പിൽ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യം. ഇപ്പോൾ നമുക്കറിയാം, ഈ റോഡിൻ്റെ ഒരു അറ്റം മുതൽ ഇതിൻ്റെ നീളം നമുക്ക് തോന്നുന്ന നമ്മളെ ചുങ്കം പാലം മുതൽ, ചുങ്കം പാലം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. വളരെയേറെ ജനങ്ങളുടെ ആവശ്യം വരുന്ന പാലം നവീകരിക്കുക, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള 2 അതിർത്തികൾ തമ്മിൽ പങ്കിടുന്ന
നാട്ടുരാജ്യങ്ങളായിരുന്ന കൊച്ചിയും മലബാറും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന ആ ചുങ്കം പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് നമുക്ക് കാണാം, നല്ല രീതിയിലുള്ളൊരു പാലമായി മാറിയിട്ടുണ്ട്. വഴികൾ മനോഹരമാക്കപ്പെട്ട ഇടവഴികൾ, ലൈറ്റ്, ഇതൊക്കെ ഡിവിഷൻ്റെ ഭാഗം, കുടിവെള്ളം, അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടാണ് ഈ വെൽനസ് സെൻറ്റർ. പിന്നെ നമുക്ക് ഫിറ്റ്നസ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് സെൻറ്റർ, ഇതൊക്കെ നമുക്ക് ഈ 5 വർഷക്കാലം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സുമ്മു കുറ്റ് അപ്പം തന്നെ ആളെ പറഞ്ഞാൽ ചെയ്യും. അതേമാതിരി ഇവിടെ ഒരു കാണ പണിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സ്ലോപ്പില്ലാണ്ട് മഴ പെയ്ത് വെള്ളം കൂടി കെട്ടി കഴിഞ്ഞിട്ട് അന്ന് തന്നെ വിളിച്ച് പിറ്റേ ദിവസം തന്നെ ആളെ എത്തി അത് അത് ക്ലിയറാക്കി വെള്ളം പോകാനുള്ള സംവിധാനം. ഈ 3-ാം ഡിവിഷനിൽ നല്ല രീതിയിൽ ഒരു ചവറ് എവിടെയും കിടക്കാത്ത രീതിയിൽ ഭംഗിയായിട്ട് മറ്റുള്ള ഏത് ഡിവിഷൻ നോക്കിയാലും ചവറുകൾ കൂടിക്കിടക്കുകയല്ലാതെ അത് വന്ന് വാരിക്കൊണ്ടുപോയോ മറ്റുള്ളവർ വന്ന് കൊണ്ടുപോയോ ചെയ്യാതെ ഇവിടെ അതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതി വളരെയധികം ഭംഗിയായിട്ട് ഇന്ന് വരെ ആ കൗൺസിലറിൻ്റെ കഴിവ് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഞാനെൻ്റെ നിൽക്കുന്നതിന് തൊട്ട് പുറകെ കാണുന്ന വീട്, ഏറെ ആളുകൾക്ക് വളരെ വിഷമുണ്ടാകുന്ന ഒരു വീഡിയോ ഏകദേശം 1 വർഷം അടുക്കാൻ പോകുന്നു. കാലയളവിൽ നമ്മളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി താമസിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഒരു പുറമേ നിന്നൊരു നവമാധ്യമത്തിലൂടെ വന്നൊരു ദൃശ്യം കണ്ട് വളരെയേറെ പ്രയാസപ്പെടുകയും അപ്പം അതിന് ആ കുട്ടിക്ക് തലചായ്ക്കാൻ, കിടന്നുറങ്ങാൻ, പഠിക്കാൻ, കുട്ടിയുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഭാഗമായി ഒരു വീട് എന്നൊരു ആശയം ഉരുത്തിരിഞ്ഞു വരികയും അതിന് ഞങ്ങളെ കുറച്ച് സുഹൃത്തുക്കൾ കൂടിച്ചേരുകയും അതിൽ കൗൺസിലർ എന്ന നിലക്ക് എൻ്റേതായ പങ്ക് വഹിക്കുകയും അതിൻ്റെ ഫലമായി നമുക്കിവിടെ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെയേറെ എൻ്റെ ഈ 5 വർഷക്കാലത്ത് വളരെ ഒരു പ്രവർത്തനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഏറ്റവും കൂടുതൽ ഞാൻ ഓർമ്മിക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒറ്റക്കായിരുന്നില്ല, അന്ന് ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഒരു സാമൂഹ്യ കൂട്ടായ്മ ഉണ്ടാക്കി ആളുകൾ ഒരുപാട് പേര് പണം തരികയും അങ്ങനെ ഒരു 10 ലക്ഷം രൂപക്ക് അടുത്ത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വെള്ളി കൊച്ചി എന്നൊരു കൂട്ടായ്മ പിന്നീട് അത് വെള്ളി കൊച്ചിയായി മാറി. ഒരു സമൂഹ മാധ്യമത്തിൽ ആസിയൊക്കെ ഒരു ഭവനം എന്ന രീതിയിലാണ് നമുക്കന്ന് ഇടപെടാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ സ്ഥലത്തെക്കുറിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട MLA അതിന് നേതൃത്വം കൊടുക്കുകയും സ്ഥലം നമുക്ക് കിട്ടാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവുകയും നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ കൗൺസിൽ കാലയളവിൽ ആ കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചെള്ളായിക്കടവിൽ ഒരു ബിലാൽ എന്നൊരു പയ്യൻ, ഞാൻ കൗൺസിലായി ചാർജ് എടുത്ത ആ സമയത്താണ് ആ വീട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, അത് ഇതേമാതിരത്തെ ഒരു ദൃശ്യമാധ്യമത്തിലൂടെ പുറത്തു വരുന്ന സംഭവം. അവിടെ അത്യാവശ്യമായി ഇടപെടാൻ കഴിയുന്ന ആ കുട്ടി നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വപരമായുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന മേഖലകളിൽ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം റോഡ് നിർമ്മാണവും അല്ലെങ്കിൽ വഴികൾ കാണാതിനേക്കാൾ ഉപരി ഒരു മാനുഷിക ബന്ധങ്ങളും കൂടിയുണ്ടല്ലോ. ഇത്തരം വിഷയങ്ങൾ ഞാൻ അതിന് ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടേറെ പാവപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമായതുകൊണ്ട് അവർക്ക് ഉണ്ടാകാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ അതിൻ്റെ ഭാഗവാക്കായി അവരെ പ്രശ്നങ്ങൾ ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൗൺസിൽ എന്നതിലുപരി ഇവരെക്കാളൊക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഈ 5 വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ട് കരുതുകയാണ്. അതൊരു തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. എനിക്ക് വീടിന് വേണ്ടിയിട്ട് ഈ വാർഡിൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്. ഈ 3-ാം ഡിവിഷനിൽ നമ്മൾ TM കഴിഞ്ഞിട്ട് വന്നൊരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ സഖാവ് ഇസ്മോണ്. അദ്ദേഹം തന്നെ വീണ്ടും വരണമെന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹം. ഇത്തരത്തിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ആളുകളെ എടുത്ത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് ഉടനടി അവിടെ വരികയും അതേമാതിരി ചെയ്തു കൊടുക്കാനും ചെയ്തു. പെൻഷനൊക്കെ ഓരോ വീട്ടിൻ്റെ വാതിക്കൽ കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുന്നത്. ഇത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ ഇന്നുവരെയും
എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഡിവിഷൻ്റെ കാണകൾ, അതുപോലുള്ള കാര്യങ്ങൾ, ലൈറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ വിളിപ്പുറത്താണ്. വർഷക്കാലം നമ്മളെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എൻ്റെ കൂടെ നിന്ന് സഹകരിച്ച ഹരിതകർമ്മസേന, അതേമാതിരി തന്നെ നമ്മുടെ കോർപ്പറേഷൻ തൊഴിലാളികൾ, സ്ഥിരം തൊഴിലാളികൾ, ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, ഇവരെയൊക്കെ വലിയൊരു പിന്തുണയോടുകൂടി നമ്മുടെ ഡിവിഷനിലെ വലിയൊരു വിഭാഗം റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ ഒട്ടനവധി ആളുകളുടെ പിന്തുണയോടുകൂടി അവരിൽ അർപ്പിച്ച വിശ്വാസത്തെ ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പ്രകടമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നോട് സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.